ശബരിമല റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കും. സുപ്രീംകോടതി വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന താൽക്കാലിക തീയതി പ്രകാരമാണ് ഇത്. ശൈലജ വിജയൻ അടക്കമുള്ളവർ നൽകിയ ഹർജികളാണ് 8-ാം തീയതി പരിഗണിക്കാൻ സാധ്യത. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എല്ലാ ഹർജികളും ഒരുമിച്ചായിരിക്കുമോ പരിഗണിക്കുന്നത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശബരിമല വിധിക്കെതിരെ നൽകിയിരിക്കുന്ന 4 റിട്ട് ഹർജികൾ പുനഃപരിശോധന പരിഗണിച്ച ശേഷം പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുനഃപരിശോധന ഹർജികൾ 22-ാം തീയതി പരിഗണിക്കാനാണ് നിശ്ചയിച്ചിരുന്നെങ്കിലും ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ അനാരോഗ്യത്തെ തുടർന്ന് ഹർജി മറ്റൊരു തീയതിയിൽ പരിഗണിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് അറിയിച്ചിരുന്നത്. ആ ഹർജികൾ ഇനി എപ്പോൾ പരിഗണിക്കുമെന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ടായിരുന്നു. 8-ാം തീയതി അടുത്ത മാസം 8-ാം തീയതി റിട്ട് ഹർജികൾ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അതിനു മുമ്പ് തന്നെ പുനഃപരിശോധന ഹർജികൾ പരിഗണിക്കുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഇപ്പോൾ സുപ്രീംകോടതി വെബ്സൈറ്റിൽ കേസുകൾ പരിഗണിക്കുന്ന താൽക്കാലിക തീയതി മുൻകൂറായി കാണിക്കുന്ന പതിവുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ഇപ്പോൾ റിട്ട് ഹർജികൾ അടുത്ത മാസം 8-ാം തീയതി പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന താൽക്കാലിക തീയതി സുപ്രീംകോടതി വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിട്ട് ഹർജികൾ പരിഗണിക്കുന്നതിന് മുമ്പിന് പുനഃപരിശോധനാ ഹർജി പരിഗണനയ്ക്ക് വരുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഇത് കമ്പ്യൂട്ടറിൽ വരുന്ന തീയതി ആയതുകൊണ്ട് തന്നെ ആ തീയതി ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ, റിട്ട് ഹർജികൾ അതിന് മുന്നോടിയായി തന്നെ കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുമോ എന്നത് വളരെ നിർണായകമാകും. കാരണം കേസുകൾ എല്ലാം ഈ ഫെബ്രുവരി 8-ന് മുമ്പ് തീർപ്പാകുന്ന ഒരു അല്ലെങ്കിൽ പരിഗണനയ്ക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. രേണുക. എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.